ഹലോ ഫ്രണ്ട്സ്, കേരള PSC ജൂൺ മാസത്തിലെ PSC എക്സാം കലണ്ടർ ഇപ്പോൾ PSC പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ജൂൺ മാസത്തിലെ പ്രധാന പരീക്ഷകളായിട്ട് വരുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സ്റ്റേജ് 3 പരീക്ഷയും അതുപോലെ തന്നെ ഫയർമാൻ ഡ്രൈവർ പരീക്ഷ, റിസർച്ച് ഓഫീസർ പരീക്ഷ, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷകളുമാണ് വരുന്നത്. അപ്പോൾ ഈ പരീക്ഷകളുടെയൊക്കെ എന്നാണ് പരീക്ഷാ തീയതി, അതോടൊപ്പം തന്നെ എത്ര പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം എല്ലാവരും. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ വരുന്ന തസ്തികൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ നമ്മുടെ KSB കമ്പനി ബോർഡ് കോർപ്പറേഷനിലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതോടൊപ്പം തന്നെ പിന്നെ വരുന്നത് സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ തുടങ്ങിയ എല്ലാ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെയൊക്കെ പരീക്ഷാ തീയതി എന്ന് പറഞ്ഞാൽ 6/6/2026 ആണ്. 6/6/2026 ആണ് പരീക്ഷാ തീയതിയായിട്ട് വരുന്നത്. 6/6/2026 ആണ് വരുന്നത് പരീക്ഷാ തീയതിയായിട്ട് വരുന്നത്. അപ്പം ഓർത്ത് വെക്കുക, ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ 3ാം ഘട്ടം അഥവാ സ്റ്റേജ് 3 പരീക്ഷാ തീയതി വരുന്നത് ജൂൺ മാസം 6-ാം തീയതിയാണ്. ജൂൺ മാസം 6-ാം തീയതിയാണ് വരുന്നത് പരീക്ഷാ തീയതി ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സ്റ്റേജ് 3. നമുക്കിനി അടുത്ത തസ്തിക നോക്കാം. അടുത്ത തസ്തികയാണ് നമ്മുടെ അടുത്ത തസ്തികയാണ് ഫയർമാൻ ഡ്രൈവർ തസ്തികയാണ്. യെസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ ഡ്രൈവർ തസ്തികയാണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ്. അതിന്റെ പരീക്ഷാ തീയതി പറഞ്ഞാൽ ജൂൺ 17/6/2026 വെനസ്ഡേ ആണ് വരുന്നത് കേട്ടോ. വെനസ്ഡേ ആണ് വരുന്നത്. അപ്പോൾ നോക്കി വെച്ചോളൂ, ഫയർമാൻ ഡ്രൈവർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിലെ ഡ്രൈവർ പരീക്ഷയുടെ പരീക്ഷാ തീയതി വരുന്നത് 17/6/2026 വെനസ്ഡേ ആണ് വരുന്നത്. അതായത് ജൂൺ മാസം 17-ാം തീയതിയാണ് ഫയർമാൻ ഡ്രൈവറിന്റെ പരീക്ഷാ തീയതി വരുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് വെയ്ഡ് എക്സാം വരുന്നത് സ്റ്റേറ്റ് വെയ്ഡ് എക്സാം ആണ് ഈ ഫയർമാൻ ഡ്രൈവർ എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കുക, ഹാൾ ടിക്കറ്റ് 3/6/2026 മുതൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൺഫർമേഷൻ 23/3/2026 അതായത് ഇന്നലെ മുതൽ 11/4/2026 ഏപ്രിൽ മാസം 11-ാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു നമ്മുടെ ഫയർമാൻ ഡ്രൈവർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തവരുടെ എണ്ണം ഒന്ന് നോട്ട് ചെയ്തോണം. 9892 പേരാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തത് കേട്ടോ. 9892 പേരാണ് ഈ ഒരു ഫയർമാൻ ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തത്. അപ്പോൾ പരീക്ഷാ തീയതി ജൂൺ മാസം 17-ാം തീയതിയാണ്. അടുത്തത് റിസർച്ച് ഓഫീസറാണ്. അടുത്തൊരു മെയിൻ തസ്തിക റിസർച്ച് ഓഫീസറാണ്. കാറ്റഗറി ബാർ നമ്പർ 414/2025 റിസർച്ച് ഓഫീസറാണ് വരുന്നത്. അത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് വരുന്നത്. അതിന്റെ എക്സാം തീയതി 18/6/2025 ആണ്. അതായത് ജൂൺ മാസം 18-ാം തീയതിയാണ് റിസർച്ച് ഓഫീസറിന്റെ പരീക്ഷാ തീയതിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കൺഫർമേഷൻ ഇപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു റിസർച്ച് ഓഫീസറിന്റെ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം, അതായത് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 24,415 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തത്. റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തത് 24,415 പേരാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ റിസർച്ച് ഓഫീസറിന്റെ പരീക്ഷാ തീയതി ജൂൺ മാസം 18-ാം തീയതിയാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയാണ്. പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ നോക്കാം. നമ്മൾ NCA എല്ലാ തസ്തികളും വരുന്നുണ്ട്. NCA SC/ST തസ്തികളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം. യെസ്, പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ നമ്മുടെ WCPOയുടെ ഡയറക്ട് റിക്രൂട്ട്മെന്റ്, അതായത് കാറ്റഗറി നമ്പർ 550/2025 550/2025 അഥവാ WCPO വുമൺ പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷ നടക്കുന്നത്. സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ് നടക്കുന്നത്. 20/6/2026 ആണ് പരീക്ഷ നടക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയും CPO പരീക്ഷയും ഒരു ദിവസമാണ് നടക്കുന്നത്. ജൂൺ 20-നാണ് പരീക്ഷകൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളും അതായത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയും വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയും 20/6/2026 ശനിയാഴ്ച, അതായത് ജൂൺ 20-നാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തവരുടെ എണ്ണം 1,23,129 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തത്. നോട്ട് ചെയ്തോണേ, WCPOയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തവരുടെ എണ്ണമാണ് 1,23,129
23,129 പേരാണ് അപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലും നോക്കാം നമുക്ക്. അതായത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ അപ്ലൈ ചെയ്തവരുടെ എണ്ണോടെ നമുക്ക് നോക്കി പോവാം. അതായത് 563/2025 പോലീസ് കോൺസ്റ്റബിൾ അഥവാ സിവിൽ പോലീസ് ഓഫീസർ വരുന്നത് ആംഡ് ബറ്റാലിയനിൽ. അതിനകത്ത് തിരുവനന്തപുരത്തിൽ അപ്ലൈ ചെയ്തവരുടെ എണ്ണം വരുന്നത് 18,874 പേരാണ്. പോലീസ് കോൺസ്റ്റബിൾ തിരുവനന്തപുരം 18,874 പേരാണ് അപ്ലൈ ചെയ്തത്. അതുപോലെ തന്നെ പത്തനംതിട്ട ബറ്റാലിയനെ അപ്ലൈ ചെയ്തവരുടെ എണ്ണം 13,024 പേര് അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ഇടുക്കി ബറ്റാലിയൻ 9,744 പേരാണ് അപ്ലൈ ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ അപ്ലൈ ചെയ്തവരുടെ എണ്ണം 13,147 പേര്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ അപ്ലൈ ചെയ്തവരുടെ എണ്ണം 12,702 പേര്. മലപ്പുറം നമ്മുടെ MSB ബറ്റാലിയൻ മലപ്പുറം ബറ്റാലിയന് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 18,068 പേരും. അതോടൊപ്പം തന്നെ നമ്മുടെ കാസർഗോഡ് ബറ്റാലിയന് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 11,918 പേരുമാണ് അപ്ലൈ ചെയ്തവർ കേട്ടോ. അപ്പം നല്ലൊരു സംഖ്യ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറും അതുപോലെ തന്നെ വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പം നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നത് കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സ്റ്റേജ് 3 പരീക്ഷ നടക്കുന്നത് ജൂൺ 6-ാം തീയതിയും ഫയർമാൻ ഡ്രൈവർ ജൂൺ 17-ാം തീയതിയും അതുപോലെ തന്നെ റിസർച്ച് ഓഫീസർ ജൂൺ 18-നാണ്. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷകൾ ജൂൺ 20-നുമാണ് നടക്കുന്നത്. ക്ലിയർ ആണ്. അതോടൊപ്പം തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഓൾറെഡി നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തതാണ്. ബാക്കി പരീക്ഷകൾ അതായത് ഫയർമാൻ ഡ്രൈവർ റിസർച്ച് ഓഫീസർ സിവിൽ പോലീസ് ഓഫീസർ വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷകൾക്കൊക്കെ ഇപ്പോൾ തന്നെ പോയി കൺഫർമേഷൻ കൊടുക്കൂ. അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം 11-നാണ് തീയതി വരുന്നത്. അതിനു മുമ്പേ ആയിട്ട് എന്തായാലും കൺഫർമേഷൻ കൊടുക്കുക. ഇന്ന് തന്നെ മാക്സിമം എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക, കൺഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കോമ്പറ്റീഷൻ കൂടി വരുവാണ്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ക്ലാസ്സുകളൊക്കെ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പോലീസ് കോൺസ്റ്റബിളും CPO WCPO പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകൾ 1-2 നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടർന്നും ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് കംപ്ലീറ്റ് നമ്മൾ ക്ലാസ്സുകൾ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ നിങ്ങൾ പറയുന്ന ടോപ്പിക്ക് നമ്മൾ എടുത്തു തരുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് പാടുണ്ടെങ്കിൽ പറയുക. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക്കുകൾ നമ്മൾ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ബാച്ച് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ബാച്ചാണ്. ഈ പരീക്ഷകൾക്ക് വേണ്ടിയുള്ളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷകൾക്കൊക്കെ വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതാണ്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആണ് വരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം, ഡെയിലി എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ നീണ്ടിരിക്കുന്ന ഒരു 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആണ്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ടെലഗ്രാമിലാണ് ക്ലാസ്സസ് വരുന്നത്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ്, ക്വാളിറ്റി PDF നോട്ട്സ് നമ്മൾ എല്ലാ വീക്കും നമ്മൾ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ റിവിഷൻ ബേസ്ഡ് ക്ലാസ്സസ് ആണ് വരുന്നത്. ഈ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സിന്റെ ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പം താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവരെന്നല്ല, ഈ ഒരു പരീക്ഷകൾക്ക് വേണ്ടി എഴുതുന്നവർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷകൾക്കൊക്കെ വേണ്ടി 10ഉം 20ഉം മാർക്കൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. ഒരു മാർക്ക് തന്നെ നമ്മുടെ റാങ്കിനെ തന്നെ നിയന്ത്രിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യുക. വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇടുന്നത്. 6 മാസമാണ് ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത്. നമ്മുടെ ഒരു കോഴ്സിൻ്റെ 200 രൂപയാണ്. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ പുതിയ ക്ലാസ്സുകൾക്കും പുതിയ അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണോട് അമർത്തി വെക്കുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങൾ ഏതൊക്കെ പരീക്ഷയാണ് എഴുതുന്നുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം പുതിയൊരു അവസാനം വരെ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ അവസാനം വരെ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും താങ്ക് യു ഓൾ.